ഇതൊക്കെ ഇവിടെ നടക്കുന്നുള്ള ഒരു പ്രോത്സാഹനമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഒരു 2500 ഏക്കറോളം വലിയൊരു എസ്റ്റേറ്റാണ്. റബ്ബർ തന്നെ കാര്യമായിട്ടുണ്ട്, ഇന്റർക്രോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫാക്ടറിയിൽ വരുന്നത് ഫീൽഡിൽ നിന്ന് വരുന്ന പാല്, ലാറ്റക്സ് എന്നാണ് റബ്ബർ പാല്. അത് അമോണിയേറ്റ് ചെയ്തിട്ട് കേട് വരാതെ കൂടെ എത്തിക്കും. പറയുന്നത് സാധാരണ നമ്മൾ ഫീൽഡിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ബാരലിൽ അമോണിയ ചെയ്യണതിന് പോലെ ഇവിടെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഡെയിലി അന്നന്നത്തെ പാലെടുത്ത് ഒരു മാസം കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്റ്റേറ്റല്ലേ, ഫാക്ടറി ഉണ്ടാവും. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ പാല് ലാറ്റക്സ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഫീൽഡിലേക്ക് അമോണിയ കൊടുത്തായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കെമിക്കലും കൂടി ആഡ് അറിയില്ല, പാക്കറ്റ് കലക്കണ അറിയില്ല നമുക്ക്. ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞിട്ട് TMTD സിംഗോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കേട് വരാതെ ഇരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പറയാം VFK എന്ന് പറയാം. VFK ടെസ്റ്റ് ചെയ്യുക. നമ്മൾ റബ്ബർ കണ്ടന്റ് നോക്കണമെങ്കിൽ നമ്മൾ DRC നോക്കുക. നമ്മൾ അല്ലേ അതിൽ എത്ര റബ്ബറുണ്ട്. ഇപ്പോൾ ഒരു ബക്കറ്റ് പാല് കൊണ്ടുവന്നാൽ അതിലൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ 2 ബക്കറ്റാവും. അപ്പോൾ അളവ് കിട്ടും. ഇപ്പോൾ ലിറ്ററിന് 100 പക്ഷേ റബ്ബർ കണ്ടന്റ് അത് തന്നെ ഉണ്ടാവുള്ളൂ, മാറ്റുന്നത്. അപ്പോൾ അത് നോക്കാനാണ് നമ്മൾ DRC നോക്കുക. ചെറിയ പരിപാടിയാണ് DRC ചെയ്യാന്ന് പറഞ്ഞാൽ. നമ്മൾ ഷീറ്റ് ചെയ്യണതിൻ്റെ ചെറിയ രൂപമാണ് DRC. ഷീറ്റ് ഉണ്ടാക്കില്ല നമ്മളൊരു അതുപോലെ അതിനുള്ള ലാബ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ISI അനുസരിച്ച് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന പാല് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കും. നമ്മളിവിടെ കൊണ്ടുവരുന്ന അമോണിയേറ്റ് ചെയ്ത പാല് നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് വരും, എന്നിട്ട് അവിടെ അളവ് കൂട്ടങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, പാല് കടഞ്ഞെടുക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തൈരൊക്കെ കടിയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ബൗളാണ്, അത് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അത് നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. ഒരു 7000 ഒരു മിനിറ്റിൽ നമുക്ക് കാണാം, റവല്യൂഷൻ പെർ മിനിറ്റിൽ. അത് കറയുമ്പോൾ ഇതിലുള്ള റബ്ബർ മോളിക്യൂൾസിനെ വേർതിരിച്ച് വരും. വെള്ളം മാത്രം അങ്ങനെയുണ്ട് മാറും. കംപ്ലീറ്റ് വെള്ളം മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല, കുറച്ച് റബ്ബർ അതിനകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രിഫ്യൂജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാറ്റക്സിന് നമ്മൾ സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് എന്ന് പറയും, അതായത് സെനക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം വെള്ളം നമ്മൾ മാറ്റി വെള്ളം സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ റബ്ബർ മാത്രമായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മുകളിൽ വരും. റബ്ബർ എപ്പോഴും കണ്ടില്ലേ, മരമൊക്കെ ഒരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരുമല്ലോ. അതുപോലെ റബ്ബറിൻ്റെ ഒരു എന്താ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ എപ്പോഴും പൊന്തി വരും. അതുപോലെ റബ്ബർ എപ്പോഴും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മുകളിൽ വരും. അത് നമ്മൾ വേറൊരു ടാങ്കിലേക്ക് അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. സാധാരണ ഇതിന് റബ്ബറിന് സാധാരണ ഇപ്പോൾ നമ്മൾ 30 DRC എന്ന് പറയുകയാണെങ്കിൽ ഇതറിയാലോ, ഫീൽഡിൽ 30 DRC കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അത് 60 61 DRCയിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം അതിന് മാറി. അതാണ് അതിനെ നമ്മൾ വീണ്ടും അമോണിയ അത് സിലിണ്ടർ ഉപയോഗിച്ചുള്ള അമോണിയാണ് കൊടുക്കുക. അൺഹൈഡ്രസ് അമോണിയ. 2 ടൈപ്പ് അമോണിയ ഉണ്ട്. ഒന്ന് മാർക്കറ്റിൽ കിട്ടുന്ന നമ്മൾ സാധാരണ നമ്മൾ ഫീൽഡിൽ ബാരലിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന അമോണിയ സൊല്യൂഷൻ അല്ലേ, നമ്മൾ RTS ഇതൊക്കെ ഉപയോഗിക്കുമല്ലോ ഫീൽഡിലൊക്കെ കൊണ്ടുപോകാൻ. ഇത് നമ്മൾ പ്രോസസ്സിങ്ങിന് യൂണിറ്റിൽ കൊണ്ടുവരാണ് സിലിണ്ടറുള്ള അമോണിയ, അൺഹൈഡ്രസ് അമോണിയ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അമോണിയ കൊടുത്തിട്ട് സ്റ്റോർ ഇത് നമ്മൾ പിന്നെ ലാബിൽ ടെസ്റ്റിങ്ങൊക്കെ നടത്തി എത്ര അമോണിയ ഉണ്ട്, ഇത്ര സമയം നിൽക്കണമല്ലോ, കേടുവരാതെ നിൽക്കണമല്ലോ. വെച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പ്രോസസ്സ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഇതിനുകൊണ്ടാണ്. ചെറിയൊരു സാധനം മുതൽ ബലൂൺ മുതൽ റബ്ബർ ബാൻഡ് മുതൽ വലിയ ഫോം റബ്ബർ മുതൽ ഗ്ലൗസ് മുതൽ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത് ഇതുപോലെ ഈ സെനക്സ് സെൻട്രിഫ്യൂജിൽ ലാറ്റക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന കാര്യം. അത് നമുക്ക് അവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് അതൊക്കെ നമ്മളെ ഏരിയയാണ്. ആ ഭാഗം കാണുന്ന മലയൊക്കെ സ്റ്റേറ്റ് അത് മാറ്റി വെക്കും അവര്. അത് എസ്റ്റേറ്റ് പെട്ട അല്ല, ഈ മലക്കുണ്ടല്ലോ, ഈ മല കാണുന്നത്. പിന്നെ അങ്ങോട്ടാണ് കാളിയാവില് മുതൽ തുടങ്ങുന്നുണ്ടാവും. കണ്ടില്ലേ? കാളിയാവിൽ നിന്നിട്ടില്ലേ? കുറെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ
തിരുവനന്തപുരത്തില്ല കമ്പനി നമ്മളെ ഹെഡ് ഓഫീസ് എറണാകുളത്തുണ്ട്. തിരുവനന്തപുരത്താണ്. ആ രാജകോടുണ്ട്. ബാബു ഞാൻ ഇത് ഇന്ന് എഞ്ചിനീയർ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും. ഞാനിപ്പോ ഓഫീസിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം. ഞാൻ അവരെ വിളിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒന്ന് വിളിച്ച് കണ്ടിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് ഇവിടെ മുകളിലൊക്കെ ഫോറസ്റ്റ് ബൗണ്ടറി വരുന്നുണ്ട്. ഇത് ബൗണ്ടറി ഫോറസ്റ്റ്? ആ ഫോറസ്റ്റ് ബൗണ്ടറി. അല്ലല്ല അങ്ങനെയല്ല. ഒരാള് ചില ഈ പുതിയ ഫീൽഡുകളൊക്കെ ഉണ്ടോ, പുതിയതിപ്പോ നമ്മളത്തെ തൈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഏരിയയിലൊക്കെ നമ്മള് ദിവസം ഒന്നരടം വെട്ടൂല. അങ്ങനെ വെട്ടാതെ ഇരിക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ ആൾക്കാരെ ഒരാൾക്ക് 4 ബ്ലോക്ക് വരെ കൊടുക്കും. അപ്പൊ ഈ S2D4 എന്ന് പറയും. അതായത് 4ാമത്തെ ദിവസമാണ് ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത വെട്ടി വരിക, പിന്നത്തെ അടുത്ത ദിവസം വരും. അങ്ങനെ വരുള്ളൂ. അങ്ങനത്തെ ഏരിയ കുറച്ച് ഏരിയകൾ ഉണ്ടാവും. അവിടെ 3ാം ദിവസം ഒരു ബ്ലോക്കേ ഒരാൾ വെട്ടുള്ളൂ, വേറെ ഒന്നും വെട്ടില്ല. ഇപ്പോൾ ഇങ്ങനത്തെ വണ്ടികളിലെ ട്രാക്ടറിലാണ് നമ്മൾ ടാങ്കറിലാണ് കൊണ്ടുവരിക കേട്ടോ. ആ എന്നിട്ട് പാല് കുറേശ്ശെ തുറന്നു വിടും. ഇന്ന് കളക്ട് ചെയ്യണം. ഇന്ന് വരുന്ന പാല്, ഇന്നിപ്പോ ടാപ്പിംഗ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന പാല്. ശിവ അവിടെ ടാങ്കിൽ സ്ഥലല്ലേ, സ്കെയിൽ വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ. കുറേശ്ശെ വിട്ടാ കേട്ടോ. ആ ഇന്ന് വരുന്ന പാലാണത്. ആ ഇന്ന് ടാപ്പ് ചെയ്ത് ഇല്ല. അമോണിയ നമ്മൾ അവിടെ നിങ്ങളുടെ എത്താനേ സമയം ഒഴുകും. ചിലപ്പോ ഇപ്പൊ 12 മണിയായി, ചിലപ്പോ ഒരു വണ്ടി വരുമ്പോ 1-1:30 മണിയൊക്കെ ആവും. അപ്പൊ ഒഴുകി വരുമ്പോഴേക്ക് ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഇനീഷ്യൽ നമ്മളൊരു ചെറിയ കെമിക്കൽ ആഡ് ചെയ്യും. 300ഓളം തൊഴിലാളികൾ. ഇതൊക്കെ പാല് കൊണ്ടുവരുന്ന ടാങ്ക്, പാല് സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളാണ്. ആ കൊണ്ടുവരും. ഓരോ ദിവസം കൊണ്ടുവരുന്ന ടാങ്ക് ആദ്യം അവിടെ അതിനകത്ത് വെക്കും, അതിലൊഴിക്കും. എന്നിട്ട് ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമോണിയൊക്കെ ഒഴിച്ചിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ അമോണിയ കൊടുത്തേക്കും ഫീൽഡിലൊക്കെ. അവിടുന്ന് തന്നെ ഒഴിച്ചു വരും. ആദ്യം തന്നെ ചെയ്യണം എല്ലാ പണി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോഴേക്ക് സമയം വഴുകിയ കേട് വരും. അവിടെ തന്നെ നമ്മൾ ഇവിടെ നാളേക്കുള്ള സാധനം തന്നെ കൊടുത്തേക്കും. ഇന്നലെ വെട്ടിയ പാല് ഇന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഒരു ദിവസം കൂടി നമ്മളിതിൽ കെമിക്കൽ ആഡ് ചെയ്യും. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മള് അതുപോലെ നമ്മൾ ടാങ്കിലേക്ക് വരുന്ന പാല് ഒഴിക്കും. ഇതിൽ ഈ ടാങ്കിൽ പാലുണ്ട്, അതിന്റെ അളവ് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്നെടുക്കും. എന്നിട്ട് ഇതിൽ അമോണിയ അത് അവിടുന്ന് മുകളിൽ നിന്ന് ഒന്നിച്ചു വിടുകയാണ് പാല്. ഇതുണ്ട് ഇവിടെ വന്ന കാണും, ഇതവിടെ വന്ന അവിടെ നമ്മളെ ലാറ്റക്സ് വന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം എല്ലാ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്യുന്ന ഏരിയയാണ് ഫില്ലിംഗ് ഏരിയ, സെനക്സ് ഫില്ലിംഗ് ഏരിയ. ബാരലിലാണ് ഇതൊക്കെ കൊടുത്തയക്കുക, അറിയാലോ ബാരലില്. അപ്പോ അതിൽ ഓരോന്നിലും 194 കിലോ ആണ് ഇതിനകത്ത് നമ്മൾ തൂക്കിയിട്ടാണ് ഒഴിക്കുക. ആദ്യം ബാരലിന്റെ വെയിറ്റ് എടുക്കും, ബാരലിന്റെ വെയിറ്റ് പ്ലസ് 194 കിലോ ആഡ് ചെയ്തിട്ടാണിത് നമ്മള് എല്ലാം അടക്കും. അമോണിയ ഉണ്ടെങ്കിൽ അത് കേട് വരാതെ വെക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടുപോലാവണമാരി ആവൂലേ. കേട് വരാതിരിക്കാനാണ് അമോണിയ കൊടുക്കുന്നത്. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എത്തണ ഒരു 6 മാസം വരെ കേട് വരാതെ ഇരിക്കും ഇത്. ഇല്ല ഉപയോഗിക്കില്ല. ഞങ്ങള് അന്നന്ന് ചെയ്യണതുകൊണ്ട് വളരെ അതിന്റെ പകുതികളും അമോണിയവും ഉപയോഗിക്കുള്ളൂ. ഇവിടെ നിങ്ങളവിടെ ഉപയോഗിക്കുന്നത് ഫൈനലിലാണ്.
ഒട്ടുപാലേ ഫീൽഡിൽ നിന്ന് വരികയാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് വെയിറ്റ് എടുക്കും ഞങ്ങള്. എന്നിട്ട് ഇതുപോലെ ടാങ്കിലേക്ക് വെള്ളത്തിലേക്ക് ഇടും. കഴുകാൻ വേണ്ടിയിട്ട്. പറഞ്ഞുതരാം. ഇതുണ്ടല്ലോ ഇതുമാതിരി വെള്ളത്തിലേക്ക് ഇട്ട് കഴുകും, വൃത്തിയാക്കും. അല്ലല്ല, ഇത് വെള്ളത്തിലിട്ട് ഇങ്ങനെ സോക്ക് ചെയ്തിടും. പിറ്റേ ദിവസം എടുക്കുള്ളൂ. അപ്പൊ മണ്ണും ചളിയൊക്കെ അതിനകത്തേക്ക് പോകും. എന്നിട്ട് ഇതുപോലെ റോളർ, ഈ റോളറിലിട്ട് മില്ല് ചെയ്യും. ഇങ്ങനെ 4 റോളർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അരച്ചെടുക്കും ഇതുപോലെ. കണ്ടില്ലേ? ഹാമർ മില്ലായോ? ഹാമർ മില്ല് ഓൺ ആക്കാനായോ? വെള്ളം ആക്കണം അല്ലേ? അവിടെ നിന്നാ മതി. അവിടെ നിന്നോളൂ. ഇങ്ങനെ റോളറിലിട്ട് മില്ല് ചെയ്യും. ഒരു മിനിറ്റ് ആ വെള്ളം ബ്ലാക്കായി പറഞ്ഞാൽ അങ്ങോട്ട് പോവാം. നമുക്ക് ഇത് ഓണാക്കാനായോ? കഴുകണം വെള്ളം നല്ലോണമാണ്. വഴിക്കട് ഒക്കെ ഉണ്ടോ അവിടെ? അങ്ങനെ പോയല്ലോ, അങ്ങനെ പോയാൽ മതി. അപ്പുറത്തൂടെ പോവാം നമുക്ക്. അവിടെ വരും, ഇതിൽ വരും. എന്നിട്ടേ ഈ മെഷീൻ ഇപ്പൊ ഓൺ ചെയ്യും. ഈ മെഷീൻ ഓൺ ആക്കും. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ച ക്രീപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ആയ സാധനം ഇത് അവരതിലിട്ടിട്ട് ഇതുമാതിരി ആക്കും. അടിച്ചിട്ട് പൊടിയാക്കി വെക്കും. അപ്പൊ ഈ ഒരു ടാങ്കിൽ വെള്ളം നടക്കും, ഈ ടാങ്കിലും വെള്ളം നടക്കും. എന്നിട്ട് അതിലിട്ടൊന്ന് കഴുകി ഇതിലിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് കോരി ഇടുന്നത്. അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ ഇതിന്റെ അടിയിൽ കണ്ടില്ലേ, അരിപ്പ പോലെ വെച്ചിരിക്കണേ, അതിക്കൂടെ അങ്ങനെ ഊർന്നു പോകും വെള്ളമൊക്കെ. എന്നിട്ട് ഇത് അവിടെ ഡ്രയർ ഉണ്ട്, ആ ഡ്രയർക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകും. നമുക്ക് അതിലെ പോവാം. അല്ലല്ല, ഇത് വെള്ളത്തോട് കൂടിയുള്ള സാധനല്ലേ, ഇത് ഉണക്കിയെടുക്കണം. നമുക്ക് അങ്ങനെ പോവാം, അങ്ങോട്ട് പോവാം. അതിലെ പോവാം. അതെ ഇതാ ആ ആള് ചെയ്യുന്ന കണ്ടില്ലേ, ആ റോളറിലിട്ട് മില്ല് ചെയ്യുന്ന കണ്ടില്ലേ. അങ്ങനെ അതിൽ കൊടുത്തിട്ടേ അരച്ചെടുക്കുവര്. അതെ, 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അരഞ്ഞു പോകും. ഇതിലേക്ക് വരും. ഇല്ലല്ല, ഇപ്പൊ നമ്മള് എടുത്തുകാണ്ട് ബക്കറ്റ് ഉപയോഗിച്ചുകാണ്ട് ഇതിലേക്ക് തട്ടും. ഇത് അരച്ചെടുക്കും.